ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായി കാണത്തില്ല ഇതേപോലൊരു തിങ്കളാഴ്ച. ഇമാതിരി ഒരു തിങ്കളാഴ്ച ഒരു സീസണിലും ഉണ്ടായി കാണത്തില്ല. ഇന്നേ വരെ കണ്ടതിൽ ദ ബെസ്റ്റ് നോമിനേഷൻ ഡേ അതായത് തിങ്കളാഴ്ചയാണ് ഇന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ ഒരു സീസൺ 7 വേദിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. എന്താണെന്നല്ലേ പറയാം. ഇത് ഈ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ ഫാമിലി ഫോട്ടോ പോലെ ഈ നിൽക്കുന്ന സകല എണ്ണങ്ങളും വീക്കെൻഡ് നോമിനേഷനിൽ പെട്ടവരാണ്. ഇവരെല്ലാവരും അതെ. ഇതിൻ്റെ അകത്ത് അഭിലാഷ് ഒഴികെയുള്ള സകല ടീമുകളും വീക്കെൻഡ് നോമിനേഷനിലാണ് എവിക്റ്റ് ആവാനായിട്ട് പോകുന്നത്. അതൊന്നോ ഒന്നിൽ കൂടുതലോ ആളുകൾ വീക്കെൻഡ് ലാലേട്ടം വന്ന് എവിക്റ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. പിന്നെ ഈ സൈഡിൽ ഇരിക്കുന്ന ഈ കണ്ണാടി വെച്ചിട്ടുള്ള ഈ ടീംസ് ഇല്ലേ, ഇവരാണ് മിഡ് വീക്ക് എവിക്ഷൻ. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ഇവരിൽ 2 പേര് പുറത്താവുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. 2 പേരെന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ആ 2 പേര് ആര് വേണേലും ആവാം. ബിഗ് ബോസ് ആണ്, ഒന്നും തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള 4ഓ 5ഓ എവിക്ഷൻ നമ്മൾ ഈ ആഴ്ച കാണും. എന്തായാലും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വീട്ടിലുള്ള സകലമാന ആളുകളും നോമിനേഷനിലേക്ക് വരുന്നത്. പിന്നെ അഭിലാഷിനെ ബിഗ് ബോസ് പ്രത്യേകം എണീപ്പിച്ച് നിർത്തി അഭിനന്ദിച്ചു. 2ലും പെടാത്തത് കൊണ്ട്. മിഡ് വീക്കിലും പെട്ടില്ല, മറ്റേ വീക്കിന്റെ എവിക്ഷനിലും പെട്ടില്ല. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ലക്കിന്റെ ഒരു ഫാക്ടർ കാണുമായിരിക്കും. എന്തായാലും 18 പേര് നോമിനേഷനിലുള്ള ഒരാഴ്ചയാണ് അത്. കണ്ടു തന്നെ അറിയാം ആരൊക്കെ പുറത്താവും, ആരൊക്കെ പിടിച്ചു നിൽക്കുമെന്ന്. എന്തായാലും സർവൈവൽ എന്നുള്ളൊരു ഒറ്റ ഗോളിലൂടെയാണ് ഈ ഒരു സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.